നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോഴും ഐക്യജനാധിപത്യ മുന്നണിക്ക് 102 സീറ്റ്. ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ 10 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ട് അധികാരത്തിലേക്ക് എത്തുമ്പോൾ, അത് 102 സീറ്റുമേ അധികാരത്തിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകരിലൊക്കെ വലിയ ആവേശവും ആത്മവിശ്വാസവും ഒക്കെയാണ്, അല്ലെങ്കിൽ അതിലേറെ സന്തോഷമാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ട് എല്ലാത്തിനും അപ്പുറം, ഏത് നേതാക്കൾക്കും അപ്പുറം പാർട്ടി അധികാരത്തിലേക്ക് വരണം. 10 വർഷമായി പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത്, അതുകൊണ്ട് പാർട്ടി വരണം. അവിടെ ഹൈക്കമാൻഡ് ആരെ മുഖ്യമന്ത്രിയായി തീരുമാനിക്കുന്നു ആ ആളെ മുഖ്യമന്ത്രിയായി അംഗീകരിക്കാൻ തയ്യാറാണെന്ന് പറയുന്ന കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ വേണം. കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ്, അതുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി വേണം. ആ മുഖ്യമന്ത്രിയുടെ പേര് പറയുന്നില്ല, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി വേണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകർക്കെല്ലാം നിരാശയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാര്യം, ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാകണമെന്ന്. സാധാരണ രീതിയിൽ കോൺഗ്രസിന്റെ ജനാധിപത്യ പാർട്ടിയാണ്, ജനാധിപത്യപരമായ രീതിയിലായിരിക്കും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക. അപ്പോഴും 3 ചേരിയായി തിരിഞ്ഞ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തർക്കം നാണം കെട്ട രീതിയിലേക്ക്, അല്ലെങ്കിൽ നാണം കെട്ട രാഷ്ട്രീയത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് ഓരോ ദിവസം കഴിയും തോറും, അതിപ്പം KC വേണുഗോപാൽ ആകട്ടെ, VD സതീശൻ ഗ്രൂപ്പ് ആകട്ടെ, രമേശ് ചെന്നിത്തല ഗ്രൂപ്പ് ആകട്ടെ, പരസ്പരം പോർ വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഹൈക്കമാൻഡ് ആയിരിക്കും അവസാന തീരുമാനം എടുക്കേണ്ടത്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ 3 നേതാക്കൾ വേണം പറഞ്ഞു നിർത്താൻ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇത്തരം മുറവിലുകൾ കൂട്ടരുത് എന്ന് പറയാൻ പോലുമുള്ള ആർജവം നേതാക്കൾ കാണിക്കുന്നില്ല. അതൊക്കെ ശരിയായ നിലപാടാണോ എന്നൊരു ചോദ്യം പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ കുറച്ചെങ്കിലും, അല്ലെങ്കിൽ പിന്നിലേക്ക്, ഈ മത്സരത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ആള് രമേശ് ചെന്നിത്തല ആണെന്ന് പറയേണ്ടത്. അത് മറ്റൊന്നും കൊണ്ടല്ല, രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി ഫ്ലെക്സുകൾ വെക്കുന്നില്ല, ബോർഡുകൾ വെക്കുന്നില്ല. അത്തരം പ്രകടനങ്ങളിലേക്കും പ്രഹസനങ്ങളിലേക്കും ചെന്നിത്തല എത്തുന്നില്ല. അത് ചെന്നിത്തലയ്ക്ക് ആരാധകരില്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ചെന്നിത്തല മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹമില്ലാത്തത് കൊണ്ടോ അല്ല ജനങ്ങൾക്ക്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ചെന്നിത്തല വളരെ പക്വമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്നൊരു അഭിപ്രായം, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. വളരെ പക്വതയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ചെന്നിത്തല പറയുന്നതായിരിക്കാം, ഈ പറയുന്ന പോലെ പൊതു തെരുവുകളിലേക്ക് ഇത്തരം സമരങ്ങളുമായി പോകരുത്, അല്ലെങ്കിൽ ഇത്തരം പ്രകടനങ്ങളുമായി പോകരുത് എന്ന് ചെന്നിത്തല പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ അത് മാതൃകാപരമാണ്. അല്ല, മറിച്ച് ചെയ്യാത്തതാണെങ്കിൽ അത് മറ്റൊരു വശമാണ്. അപ്പോൾ പരസ്പരം ഒരേ പാർട്ടിയിൽ അല്ലെങ്കിൽ ഒരുമിച്ച് നിന്നവർ പരസ്പരം നേതാക്കളുടെ പേരിൽ തല്ലുകൂടുക എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യം തന്നെയല്ലേ? തീർച്ചയായും. കേരളത്തിന്റെ അതിർത്തി തുടങ്ങുന്ന മഞ്ചേശ്വരത്തെ ആദ്യത്തെ ബൂത്ത് മുതൽ കേരളം അവസാനിക്കുന്ന പാറശാലയിലെ ഏറ്റവും അവസാന ബൂത്ത് വരെയുള്ള ബൂത്തുകൾ എടുത്താൽ ഒരു ബൂത്തിൽ രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനെങ്കിലും ഉണ്ടാകും. അതുമാത്രമല്ല, യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളിൽ, KSUവിന്റെ ഭാരവാഹികളിൽ, INDSUയുടെ ഭാരവാഹികളിൽ, KPCC ജനറൽ സെക്രട്ടറിമാരിൽ, DCC ഭാരവാഹികളിൽ, DCC പ്രസിഡന്റുമാർ, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റുമാർ ഉൾപ്പെടെ രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്ന നിരവധിയായ ആളുകളുണ്ട്. അപ്പോൾ രമേശ് ചെന്നിത്തല ഒരു ആഹ്വാനം നൽകുകയാണ്, എനിക്ക് വേണ്ടി നിങ്ങൾ തെരുവിൽ പ്രകടനം നടത്താനെന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും INDSUയുടെയും ചെറുപ്പക്കാർക്ക്, പ്രവർത്തകന്മാർക്ക്, കോൺഗ്രസുകാർക്ക് എല്ലാ നിയോജക മണ്ഡലവും പ്രകടനം നടത്താൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി എവിടെയും ഒരു പ്രകടനം നടന്നായി ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തല പ്രകടനം നടത്തിയാലും, VD സതീശൻ പ്രകടനം നടത്തിയാലും, KC വേണുഗോപാലിന് അനുകൂലമായി പ്രകടനം നടത്തിയാലും ഇത് നോക്കിക്കാണുന്ന ആളുകൾ നിരീക്ഷിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു സംസ്കാരത്തെയാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി തമ്മിൽ പോർവിളിച്ച് തന്റെ പാർട്ടിക്കകത്ത് തന്റെ ശത്രുവാണ് ഇന്നയാളെന്ന് പ്രഖ്യാപിച്ച് മറ്റൊരു നേതാവിനെതിരെ അസഭ്യവർഷം നടത്തുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അഭികാമ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരം. നേരത്തെ AI വിഭാഗങ്ങൾ കേരളത്തിൽ ശക്തി ആർജിച്ചിരുന്ന, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ സീറ്റുകൾ ഇത്ര, I വിഭാഗം ഇത്ര എന്ന് വീതം വെച്ചെടുക്കുന്ന കാലഘട്ടത്തിൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊയിലാണ്ടി നിയമസഭാ മണ്ഡലത്തിൽ 2011 മത്സരിച്ച് പരാജയപ്പെട്ട KP അനിൽകുമാർ, അദ്ദേഹം ഇന്ന് കോൺഗ്രസിനകത്തില്ല. 2011 KP അനിൽകുമാറാണ് കൊയിലാണ്ടിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കടന്നു വരുന്നത്. അദ്ദേഹം അന്ന് രമേശ് ചെന്നിത്തലയുടെ നോമിനിയാകുന്നു, ആണ് അവിടെ മത്സരിക്കാൻ എത്തുന്നത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ KP അനിൽകുമാർ കൊയിലാണ്ടി നിയമസഭാ മണ്ഡലത്തിൽ പരാജയപ്പെടുകയും, പക്ഷേ അദ്ദേഹം 2011 മുതൽ 2016 വരെ മണ്ഡലത്തിൽ തന്നെ കൃത്യമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ അതിനിടയ്ക്ക് അദ്ദേഹം ഗ്രൂപ്പ് മാറുന്നു, ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ടും, കോൺഗ്രസ് രാഷ്ട്രീയമാണല്ലോ, അദ്ദേഹം മാറുന്നു. പക്ഷേ 2016 ഇതേ സീറ്റ് I ഗ്രൂപ്പ് തന്നെ ക്ലെയിം ചെയ്യുന്നു. I ഗ്രൂപ്പ് ക്ലെയിം ചെയ്ത് അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത് രമേശ് ചെന്നിത്തലയുടെ കോഴിക്കോട് ജില്ലയിലെ എന്നത്തെയും വിശ്വസ്തനായ N സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ്. N സുബ്രഹ്മണ്യൻ സ്ഥാനാർത്ഥിയായി വരുന്ന സമയത്ത് KP അനിൽകുമാർ തന്റെ അനുയായികളെ ഇറക്കി വിട്ട് കൊയിലാണ്ടി ടൗണിൽ വലിയ പ്രകടനം നടക്കുകയാണ്. കേരളത്തിൽ ആദ്യമായി കൊയിലാണ്ടിയിൽ പ്രകടനം നടത്തി. അവർ പ്രകടനത്തിൽ വിളിക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാരെ കേട്ടാൽ അറയ്ക്കുന്ന രൂപത്തിലുള്ള തെറി വിളിച്ച് പ്രകടനം ഇന്ന് യൂട്യൂബ് കാണാൻ പറ്റും.
അതിനുശേഷം ഐ ഗ്രൂപ്പുകാരനായി കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും, എന്നാൽ ആ പരാജയത്തിന് ശേഷം ഈ പ്രകടനം നടത്തി തോൽപ്പിച്ച ഒരാൾക്കെതിരെ പോലും അച്ചടക്ക നടപടി എടുക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ആ അച്ചടക്ക നടപടി എടുത്ത് 2 പ്രവർത്തകന്മാരെ പുറത്തു പോയിട്ട് എന്ത് കാര്യം? പാർട്ടി സ്ഥാനാർത്ഥി എന്തായാലും പരാജയപ്പെട്ടു. അത്തരത്തിലാണ് രമേശ് ചെന്നിത്തലയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അത് മാത്രമല്ല, രമേശ് ചെന്നിത്തല ലീഡർ കെ കരുണാകരനെ കുറിച്ച് പറയുന്നത് പോലെ ആശ്രിത വത്സലായ ആളുകളാണ്. അദ്ദേഹത്തിന്റെ നല്ല കാലങ്ങളിൽ കൂടെ നിന്ന് സുഖസൗകര്യങ്ങൾ പറ്റിയ ആളുകൾ പുതിയ മേച്ചിൽപ്പുറം തേടിപ്പോയിപ്പോഴും അവരോടൊന്നും അദ്ദേഹം ഒരിക്കൽ പോലും മുഖം കറുപ്പിച്ചൊരു വാക്ക് സംസാരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകളെ പരിപൂർണമായും ചേർത്ത് സംരക്ഷിക്കാനും അദ്ദേഹത്തിന് വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നതിന്റെ ഏറ്റവും അവസാനത്തെ സ്ഥാനമാനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ രമേശ് ചെന്നിത്തല ശ്രമിക്കാറുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അത്തരത്തിൽ ലീഡർ കെ കരുണാകരൻ, അതോടൊപ്പം ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയെ പോലെ തന്നെ കൂടെ നിൽക്കുന്നവനെ എന്ത് വില കൊടുത്തും തനിക്കെന്ത് നഷ്ടം എന്ന് നോക്കാതെ എന്ത് വില കൊടുത്തും കൂടെ നിൽക്കുന്നവനെ സംരക്ഷിക്കുക, ആ നിലപാടാണ് രമേശ് ചെന്നിത്തല സ്വീകരിച്ചത്. ഞാൻ ഇപ്പോഴും പറയുന്നു, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർ ഒരു നേതാവിന് വേണ്ടിയും തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കരുത്. അല്ല, എന്റെ അഭിപ്രായത്തിൽ നേതാക്കൾ നിയന്ത്രിക്കണം ഇതിനെ. എനിക്ക് വേണ്ടി നിങ്ങൾ തെരുവിലിറങ്ങരുതെന്ന് നേതാവ് ഇപ്പൊ വി.ഡി. സതീശന് വേണ്ടി ഇറങ്ങുള്ളൂ. ഞാൻ എടുത്തു പറയുന്ന കഴിഞ്ഞ ദിവസം വി.ഡി. സതീശന് വേണ്ടിയാണല്ലോ കൊച്ചിയിലൊക്കെ പ്രകടനം. അപ്പൊ വി.ഡി. സതീശൻ പറയണം, വേണ്ട, ഹൈക്കമാൻഡാണ്. ഇവരെല്ലാവരും പറയുന്നല്ലോ ഹൈക്കമാൻഡിന്റെ തീരുമാനത്തോട് യോജിക്കുമെന്ന് പറയുമ്പോൾ അത് പ്രവർത്തകരെ കൂടി പറഞ്ഞു മനസ്സിലാക്കാൻ നേതാവിന് കഴിയണം. തീർച്ചയായും കടൽ ഏതാ കടലാടി ഏതാന്നറിയാത്ത കുറെ സോഷ്യൽ മീഡിയ പോരാളികളുണ്ട്. ഇവർ എഴുതി വിടുകയാണ്. അതായത് മറ്റോൻ ഇന്നത് പല പേരിലും കോൺഗ്രസ് നേതാക്കന്മാരെ അപമാനിക്കുന്ന, ഈ മോരും മുദ്രയും തിരിച്ചറിയാൻ കഴിയാത്ത ഈ സൈബർ ഗുണ്ടകളെ ഞാൻ ആ പേരിൽ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. ഇന്നലെ ഏതൊരു നേതാവ് പറഞ്ഞ പോലെ സൈബർ ഇടത്തെ ഗുണ്ടകൾ, ആ സൈബർ ഇടത്തെ ഗുണ്ടകളാണ് ഈ പാർട്ടിക്ക് ഏറ്റവും വലിയ അവമതിപ്പുണ്ടാക്കുന്നത്. മണിക്കൂറുകൾക്ക് മുമ്പ് KPCCയുടെ മാധ്യമ വിഭാഗത്തിന്റെ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് പറഞ്ഞതുപോലെ, സൈബർ ഇടത്തിലെ എഴുതിവിടുന്ന മുഖമില്ലാത്തതും മുഖമുള്ളതുമായ ആളുകളല്ല കേരളത്തിൽ കോൺഗ്രസിനകത്ത് ആര് മുഖ്യമന്ത്രിയാകണമെന്ന് തീരുമാനിക്കുന്നത്. കോൺഗ്രസിന് മുഖ്യമന്ത്രിയാകാൻ ചില നയങ്ങളുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കാൻ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതാരായാലും അംഗീകരിച്ചേ മതിയാകൂ. അത് X or Y ആര് മുഖ്യമന്ത്രിയായാലും കോൺഗ്രസ് പ്രവർത്തകർ അംഗീകരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അല്ലാതെ മുഖം മൂടിയുള്ളതും മുഖമില്ലാത്തതും മുഖം കാണിക്കുന്നതുമായ സൈബർ ഗുണ്ടകൾ തന്റെ പാർട്ടിക്കകത്തെ ചില ഫാൻസ് അസോസിയേഷൻ ഭാരവാഹികളായി മറ്റുള്ള നേതാക്കന്മാരെ തെറിയഭിഷേകം നടത്തുന്നത് അവസാനിപ്പിക്കണം. അവസാനിപ്പിക്കാത്തവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ നേതൃത്വം തയ്യാറാകണം. അവിടെയാണ് രമേശ് ചെന്നിത്തലയുടെ മാറ്റ് വർദ്ധിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 14 ജില്ലകളിലും മുഴുവൻ താലൂക്കുകളിലും മുഴുവൻ പഞ്ചായത്തുകളിലും മണ്ഡലം കമ്മിറ്റികളിലും ബ്ലോക്ക് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ കീഴിലുള്ള ഘടകങ്ങളിൽ പ്രകടനം നടത്തണമെന്ന് രമേശ് ചെന്നിത്തല ആഹ്വാനം ചെയ്താൽ, അദ്ദേഹം രഹസ്യമായി ആഹ്വാനം ചെയ്താൽ, ഏറ്റവും ചുരുങ്ങിയത് ഒരു മണ്ഡലത്തിൽ 10 പേരെ വെച്ച് പ്രകടനം നടത്താൻ ഒരു പ്രയാസവുമില്ല ഇന്ന്. പക്ഷേ അദ്ദേഹം അതിന് മുതിർന്നിട്ടില്ല. അത് കൈയടിക്കേണ്ടതാണ്, അഭിനന്ദിക്കേണ്ടതാണ്. എല്ലാ നേതാക്കന്മാരും ഈ മാതൃക കാണിക്കണം. കാരണം കേരളത്തിലെ കോൺഗ്രസിനെ ഒരു കോമാളികളായി മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നിൽ ചിത്രീകരിക്കരുത്. ആ ചിത്രീകരിക്കുന്നത് അവസാനിപ്പിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൈബർ ഇടങ്ങളിലെ കോൺഗ്രസിൻ രാഷ്ട്രീയത്തിന്റെ ABCD അറിയാത്ത സൈബർ ഗുണ്ടകൾ എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ വിശേഷിപ്പിച്ച ആളുകൾ, അവര് ഇതിൽ നിന്ന് പിന്മാറണം. അല്ലെങ്കിൽ ചില നേതാക്കന്മാരുടെ ഫാൻസ് അസോസിയേഷൻ ഭാരവാഹികളായി മറ്റു നേതാക്കന്മാരെ തെറി പറയുന്നത് അവസാനിപ്പിക്കാൻ അത്തരം നേതാക്കന്മാർ നിർദ്ദേശം കൊടുക്കണം. കാരണം കോൺഗ്രസിന്റെ സംസ്കാരം മഹത്തായ സംസ്കാരമാണ്. ഗാന്ധിയൻ ആദർശങ്ങളിലൂന്നി ഗാന്ധിയൻ ദർശനങ്ങളുമായി മുന്നോട്ട് പോകുന്ന കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ പൊതുജന മധ്യത്തിൽ നാണം കെടുത്തി തുണിയുരിച്ച് നിൽക്കുന്ന ഇത്തരം സൈബർ ഇടങ്ങളിലും അതോടൊപ്പം തന്നെ പൊതു ഇടങ്ങളിലും നേതാക്കന്മാരെ അധിക്ഷേപിക്കുന്ന പ്രവണത അവസാനിപ്പിക്കാൻ KPCC അടിയന്തരമായി ഇടപെടണം, DCC ഇടപെടണം. അതോടൊപ്പം തന്നെ ഫാൻസ് അസോസിയേഷന് നേതൃത്വം നൽകുന്ന നേതാക്കന്മാർ പറയണം, എനിക്ക് വേണ്ടി നിങ്ങൾ മുദ്രാവാക്യം വിളിക്കുമ്പോൾ മറ്റുള്ള നേതാക്കന്മാരെ അസഭ്യം പറയരുത് എന്ന് പറയാനുള്ള ത്രാണിയും തന്റേടവും മറ്റു നേതാക്കന്മാർ കേരളത്തിൽ കാണിക്കണമെന്ന് മാത്രം എന്റെ വ്യക്തിപരമായ അഭിപ്രായം.